അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചെറിയ ചില ഇടപെടലുകളെ കൊണ്ട് ചില തിന്മകളെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും. പക്ഷേ പലപ്പോഴും ആളുകൾ അതൊക്കെ ലാഘവത്വത്തോടു കൂടെ കാണുകയാണ് ചെയ്യുന്നത്. ഒരു തിന്മ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കലും അത് ഇല്ലാതാക്കാനുള്ള ശ്രമവും ഒരു വിശ്വാസിയുടെ ഭാഗമാണ്. അത് ഈമാനാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനും റസൂലിനെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്കും അനിഷ്ടകരമായി തോന്നും. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അത് നടക്കരുതേ എന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ യഥാർത്ഥത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ പരലോകത്തിലുള്ള വിശ്വാസം, മരിച്ചുപോയ ഈ ആൾക്കാരൊക്കെ നരകത്തിൽ പോകില്ല, ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ നരകത്തിൽ പോവാതിരിക്കണം എന്നുള്ളത് ഒരു മനസ്സിൻ്റെ ഏറ്റവും മിനിമം ഒരാഗ്രഹവും ഒരു താല്പര്യവുമാണ് യഥാർത്ഥത്തിൽ അത് എന്ന് പറഞ്ഞത്. ഇത് പറയാനുള്ളൊരു കാരണം, ഒരു കടയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെയുള്ള ഒരു ഒരു മ്യൂസിക് പരിപാടി പ്രോഗ്രാം എത്രമാത്രം ഈ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ താരങ്ങളായി വന്നിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിലും മൊത്തം ആ പ്രദേശത്തുള്ള കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ച് വന്ന് കുറേ ആളുകൾ സ്റ്റേജിലും കുറേ ആളുകൾ സദസ്സിലും ആയിട്ട് എന്താണ് അവരെല്ലാം മറന്ന് അവരാരാണെന്ന് പോലും മറന്നിട്ടുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇതിലൊക്കെ ഇസ്ലാമിക വിശ്വാസങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇതൊന്നും ഒരു ശരിയാണ് എന്ന് മതമോ വിശ്വാസമോ ഒന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് പോലും അതൊന്നും ശരിയാണെന്ന് അംഗീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് വിവാഹങ്ങളിൽ. ഒരു വിവാഹത്തിന് ക്ഷണിച്ച് നമ്മൾ അവിടെ ചെന്നാൽ നമ്മളിങ്ങനെ പുറത്തു കൂടി പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോരുക എന്നല്ലാതെ നമുക്ക് ആ സദസ്സിലേക്കൊന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രമാത്രം മോശമായ അവസ്ഥയിലായിരിക്കും അവിടുത്തെ ഹാളുകളും സ്റ്റേജുകളും ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാണ്. തീർച്ചയായും സാധിക്കും. അതായത് സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള ശരിയായ ഇതിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടോ മൂന്നോ ആളുകൾ, വെറുതെ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളോട്, ഇപ്പോൾ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ നമ്മൾ പറയും, ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേണ്ട ആവശ്യമുണ്ടോ? എത്ര മാന്യമായിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റും. ആളുകളൊക്കെ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ തന്നെ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഈ പിന്നെ അടിസ്ഥാന ബോധമില്ലാത്ത ഒരു ലക്കും ലഖാനും ഇല്ലാത്ത ഒരു തലമുറയാണോ ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സും? ഇവിടുത്തെ കസ്റ്റമേഴ്സ് മുഴുവൻ അങ്ങനത്തെ ആളുകളാണോ? മാന്യമായി ജീവിക്കുകയും ഇത്തരം ആഭാസങ്ങളോട് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ, അവർക്കൊന്നും ഇതിന് വരാൻ പറ്റില്ലേ? അവർക്കൊക്കെ ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് അവർക്ക് വരാൻ പറ്റും. ഒരു പ്രദേശത്ത് ഒരു അങ്ങാടിയിലൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടുത്തെ പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, മത നേതാക്കന്മാർ, പല സമൂഹത്തിൽ വ്യത്യസ്തരായ ആളുകളില്ലേ? ആ വ്യത്യസ്തരായ ആളുകളോടൊക്കെ ഉദ്ഘാടന സമയത്ത് വരാനും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകൾക്ക് അവിടെ വരാൻ പറ്റും. ഇത് ഇവിടെ പരിഗണിക്കപ്പെടുന്ന ആരെ മാത്രമാണ്? യാതൊരുവിധ ലക്ഷ്യബോധവുമില്ലാത്ത എന്തിനും ചാടി ആടി കളിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ മാത്രമാണോ ഒരു നാട്ടിലെ സമൂഹമെന്ന് പറഞ്ഞാൽ? അപ്പോൾ അവരെ മാത്രം പരിഗണിച്ചാൽ മതിയോ? ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അവരൊരു പുനരാലോചന നടത്തും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ സന്ദർഭങ്ങൾ, നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയ ആളുകൾ കല്യാണം നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, എല്ലാവർക്കും വരാൻ പറ്റിയ ഒരവസ്ഥ വേണ്ടേ എന്ന് നമ്മൾ ആരെങ്കിലും നാലാളുകൾ ചോദിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ മാന്യമായി ഇത്തരം കല്യാണങ്ങളും ഉദ്ഘാടന ഫംഗ്ഷനുകളൊക്കെ നടത്തുന്ന ആളുകളെ കുറിച്ചാണ് ആളുകൾക്ക് മതിപ്പുണ്ടാവുക. അതാണ് പൊതുവെ സമൂഹത്തിൽ ചർച്ചയാവുക. കാരണം ഇവിടെ പണം ധൂർത്തടിക്കപ്പെടുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ മാന്യന്മാരായ ആളുകൾക്ക് വന്ന് അതിൽ വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേമാതിരി ഇസ്ലാമികമായിട്ടുള്ള വ്യക്തമായ നിയമങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ലംഘിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും സൗഹാർദ്ദപരമായി കൊടുത്ത് ശരിയല്ലെന്ന് പറയാനും കുറച്ച് ആളുകളൊക്കെ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും
ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ബനൂ ഇസ്രായേൽ സമൂഹത്തിൻ്റെ നാശത്തിന് കാരണമായി പറഞ്ഞത് കാനൂല യതനാഹൂന മുൻകരിൻ ഫഅലൂഹു എന്നാണ്. അവർ പ്രവർത്തിച്ചിരുന്ന തിന്മകളെ അവർ വിരോധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രതികരണങ്ങൾ ആവശ്യമാണ്. മാന്യവും അതേപോലെ തന്നെ ബുദ്ധിപരവും ഗുണകാംക്ഷാപരവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.